മോഹൻലാൽ, ജിത്തു ജോസഫ് ടീം ഒന്നിക്കുന്ന നേര് എന്ന സിനിമ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിന്റെ താരാജാവായിട്ടുള്ള മോഹൻലാലിന് ഒരു വിജയ ചിത്രം അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണിത്. ആ സമയത്താണ് വളരെ പ്രതീക്ഷയുള്ള നേര് എന്ന സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർ പണ്ടത്തെ പോലെ ഒന്നല്ല. പണ്ടൊക്കെ ഒരു സൂപ്പർ താര ചിത്രം ഇറങ്ങുമ്പോൾ ഒന്നും നോക്കാതെ ആളുകൾ ടിക്കറ്റ് എടുത്തിട്ട് സിനിമക്ക് പോകും. അതായത് സിനിമ വിജയമോ പരാജയമോ എന്നുപോലും നോക്കാതെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലുള്ള സൂപ്പർ താരത്തിനെ ഒന്ന് കാണുക, സന്തോഷിക്കുക, ആഹ്ലാദിക്കുക, എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകുക. അതിപ്പോ സിനിമ വിജയിച്ചാലും പരാജയപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ സിനിമ ഇറങ്ങി അതിന്റെ റിവ്യൂസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് സിനിമ നല്ലതാണെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് സിനിമക്ക് പോവുകയും സിനിമ ചീത്ത എന്ന് പറഞ്ഞാൽ സിനിമക്ക് പോകുന്നത് ഒന്ന് പിന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. എങ്കിലും സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾക്കൊക്കെ ആദ്യ ഷോ കാണാൻ വേണ്ടി ആളുകൾ ഇപ്പോഴും കുറച്ച് പേരൊക്കെ പോകുന്നുണ്ട്. അത് കടുത്ത സിനിമ ആരാധകരും അതുപോലെ തന്നെ ആ സിനിമയിലെ നായകനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന കടുത്ത ആരാധകരുമാണ് ആദ്യ ദിവസം ആദ്യ ഷോ കാണാൻ പോകാറുള്ളത്. അപ്പോൾ അവരുടെ റിവ്യൂസുമായിട്ടുള്ള കാര്യങ്ങളാണ് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ വഴി ആളുകളിലേക്ക് എത്തിക്കുക. അതായത് ചിലപ്പോൾ ഹേറ്റേഴ്സ് സിനിമ കാണാൻ പോകാറുണ്ട് ആ ദിവസം എന്താണ് ഈ ഒരു നടന്റെ സിനിമ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ ആ ദിവസം ആളുകൾ കൂടുതൽ പറയുക നല്ല സിനിമയാണെന്ന് പറയും. അത് ആ ഒരു നടനോട് ഇഷ്ടം കൊണ്ട് ആളുകൾ സിനിമ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറയും. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, സൂപ്പർ താര ചിത്രങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ആ ഒരു സൂപ്പർ താരത്തെ ഇഷ്ടപ്പെടാത്ത ഹേറ്റേഴ്സ് ആണ്. അവർ മാക്സിമം ഈ സിനിമ ഇറങ്ങിയത് മുതൽ തന്നെ നെഗറ്റീവ് റിവ്യൂസും അതുപോലെ തന്നെ മറ്റുള്ള ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ സിനിമ കണ്ടിട്ടും കാണാതെയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് സൂപ്പർ താര ചിത്രങ്ങൾക്ക് അതിപ്പോ ഏത് നടനാണെങ്കിലും അങ്ങനെ ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. നല്ല സിനിമയാണെങ്കിൽ പോലും മാക്സിമം പോരായ്മകൾ എടുത്തു കാണിച്ച് സിനിമ മോശമായി ചിത്രീകരിക്കാൻ നോക്കും. അതുപോലെ തന്നെ ഈ ഒരു ആരാധകർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മോശപ്പെട്ട സിനിമയാണെങ്കിലും അവർ ഇഷ്ടപ്പെടുന്ന ആളുടെ സിനിമ ആയതുകൊണ്ട് തന്നെ അവർ പുറത്തു വന്നിട്ട് വളരെ മികച്ച സിനിമ എന്ന് പറയും. ഈ രണ്ടുപേരും സിനിമക്ക് ആപത്താണ്. എങ്കിലും ആ ദിവസം സിനിമ കാണാൻ പോയിട്ട് അതിന്റെ യഥാർത്ഥ റിവ്യൂസും മറ്റുള്ള കാര്യങ്ങളും ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്. അപ്പൊ അവരുടെ ചാനലുകളിലെ വീഡിയോസ് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. യഥാർത്ഥ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒന്നിലധികം റിവ്യൂസുമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ റിവ്യൂസ് കാണുക. എന്നിട്ടൊരു തീരുമാനത്തിലെത്തുക. കാരണം ഒന്നിലധികം റിവ്യൂസ് കാണാൻ പറയാൻ പറ്റുന്നല്ല, ഒരാളുടെ റിവ്യൂസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന അതേപോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. പലർക്കും പല കാഴ്ചപ്പാടാണ് സിനിമ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ആളുകളുടെ റിവ്യൂസ് കാണുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏതാണോ നല്ലതാണോ ചീത്താണോ എന്ന് പറയുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനും സിനിമയ്ക്ക് പോകാനൊക്കെ സാധിക്കും. പിന്നെ നെഗറ്റീവ് റിവ്യൂസ് മറ്റുള്ള കാര്യങ്ങളും സ്പ്രെഡ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുടെ സിനിമയായിരിക്കും അത്. ആ ഒരു സിനിമ നല്ല സിനിമയായിട്ട് പോലും നിങ്ങൾ അതിനെ നെഗറ്റീവായിട്ടും അതുപോലെ തന്നെ ഡീഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു സിനിമ എന്ന് പറയുന്നത് ആ ഒരു നായക നടന്റെ മാത്രം സിനിമയല്ല. അവർ പൈസ വാങ്ങിയിട്ട് അവർ മൂടും തട്ടി അങ്ങോട്ട് പോകും. പക്ഷെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുടെ പണം അതുപോലെ തന്നെ അധ്വാനം സ്വപ്നങ്ങളൊക്കെ ഒരു സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവരുടെ ആ സ്വപ്നങ്ങൾക്ക് മേൽ നിങ്ങളുടെ ഈ ഒരു റിവ്യൂസും കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഡീഗ്രേഡിങ് നടത്തുമ്പോൾ അവർക്കത് വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ നല്ല സിനിമയെ നല്ലതെന്ന് പറയുക, ചീത്ത സിനിമയെ ഒരു മടിയും വിചാരിക്കേണ്ട ചീത്ത എന്ന് വേണം പറയാൻ. അത് കാണിക്കുക, അത് കാണിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. കണ്ടതിന് ശേഷം എന്റെ അഭിപ്രായം, സത്യസന്ധമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ അത് നോട്ട് ചെയ്യേ. അപ്പൊ നമുക്ക് റിവ്യൂ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് പിന്നെ കാണാം. അതുവരെയും ബൈ ബൈ.